ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന ആൻസി. അപ്പോൾ ഇന്ന് ഒരു പുതിയ അടിപൊളി സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേൾക്കാം. എൻ്റെ പേര് ശ്രീജിത്ത് മഹാദേവൻ. ഇക്കൊല്ലം 42 വയസ്സാകും. ഞാനൊരു വിഭാര്യനാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല. പക്ഷേ മോളുടെ സ്ഥാനത്തൊരു പെൺകുട്ടിയുണ്ട്, ഗൗരി. അവളെക്കുറിച്ച് ഞാൻ വൈകാതെ പറയാം. 3 കൊല്ലം മുമ്പാണ് എൻ്റെ ഭാര്യ പാർവതി എന്നെ തനിച്ചാക്കിയിട്ട് പോയത്. പാർവതിയും ഞാനും 10 വർഷത്തോളമായി ഗുജറാത്തിൽ തന്നെ ആയിരുന്നു. അവൾ അവിടെ ഒരു സ്കൂളിലെ ടീച്ചറും ഞാൻ അവിടെ ഒരു സർവീസ് കമ്പനിയിലെ സീനിയർ മാനേജറും. നല്ല ശമ്പളമുള്ള പൊസിഷനിൽ നിന്നും ഇപ്പോൾ VRS എടുത്ത് നാട്ടിലെത്തിയ ശേഷം ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ തന്നെയാണ് താമസവും. എൻ്റെ ഇനിയുള്ള കാലം സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു പോകാനാണ് പ്ലാൻ. തറവാട്ടിൽ ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് എൻ്റെ പെങ്ങളുടെ ഒരേ ഒരു മകനും ഭാര്യയുമാണ്, അതായത് ശ്യാമും ഗൗരിയും. ശ്യാമിനിപ്പോൾ 27 വയസ്സുണ്ട്. അവൻ്റെ ഭാര്യ ഗൗരിക്ക് 22. അവന് 15 വയസ്സുള്ളപ്പോഴാണ് ആ ദാരുണ സംഭവം നടക്കുന്നത്. അവൻ്റെ അമ്മ, അതായത് എൻ്റെ പെങ്ങൾ മീനാക്ഷി, ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ഞങ്ങൾ അതേ തുടർന്നാണ് ഗുജറാത്തിൽ നിന്ന് നാട്ടിലേക്ക് താമസം മാറിയത്. ശേഷം ഞാനായിരുന്നു ശ്യാമിൻ്റെ ഗാർഡിയനും ഉപദേഷ്ടാവുമെല്ലാം. എൻ്റെ ഒരേ ഒരു അളിയൻ അതിനുശേഷം വേറെ ഒരാളെ കെട്ടുകയും ചെയ്തതോടെ അവനുമായുള്ള ബന്ധവും തീർന്നു. ശ്യാം കാണാൻ നല്ല സുന്ദരനായിരുന്നതുകൊണ്ട് കോളേജ് കാലത്തെ അവൻ ഒത്തിരി കാമുകിമാരും ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്നാണ് അവൻ പഠിച്ചതൊക്കെ. ഗൗരിയെക്കുറിച്ച് പറഞ്ഞാൽ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണവൾ. അതായത് എൻ്റെ ഭാര്യ പാർവതിയുടെ നാടായ ഒറ്റപ്പാലത്തുകാരി. മാത്രമല്ല, എൻ്റെ പൂർവ്വ കാമുകി ഗായത്രിയുടെ മകളാണ് ഗൗരി. ഭാഗ്യദോഷത്തിന് എനിക്ക് ഗായത്രിയെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ ബന്ധം അറിഞ്ഞ് അവളുടെ വീട്ടുകാർ അവളെ നിർബന്ധിച്ചാണ് മറ്റൊരാളെ വിവാഹം കഴിപ്പിച്ചത്. അന്നെനിക്ക് ജോലി ആയിരുന്നില്ല. ശേഷം പഠിത്തം കഴിഞ്ഞ് ഞാൻ ഗുജറാത്തിലേക്ക് വണ്ടി കയറുകയായിരുന്നു. പാർവതിക്ക് ഗായത്രിയുടെ കാര്യം അറിഞ്ഞപ്പോൾ പലപ്പോഴും നാട്ടിൽ വരുമ്പോഴൊക്കെ ഗൗരിയെ കാണാനും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പാർവതിക്ക് മകളെ പോലെയായിരുന്നു ഗൗരി. കാണാൻ അത്യധികം തേജസ്സുള്ള മുഖമാണ്. അവളുടെ അമ്മ ഗായത്രിയെ പോലെ തന്നെ. നിറം ഇളം പിങ്ക് കലർന്ന മഞ്ഞയാണ്. വൃത്താകൃതിയിലുള്ള മുഖം, എപ്പോഴും കഴിയെഴുതിയ കണ്ണുകൾ, മിനുസമാർന്ന കവിളുകൾ, ചെറിയ വായ, തടിച്ചു മലർന്ന ചോര ചുണ്ടുകൾ, മെലിഞ്ഞ അരക്കെട്ട്. അവൾ നടക്കുമ്പോൾ അവളുടെ കൊഴുത്തുരുണ്ട അഴക് തുള്ളിക്കുതിക്കുന്നത് പതിവാണ്. ഉരുണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യം 2 തേങ്ങാമുറി വെച്ച പോലെ. അവളുടെ പിന്നഴക് മാംസളമായതും അരയന്നത്തെ പോലെ താളാത്മകമായി നടക്കുമ്പോൾ തിന്നുന്നവയുമാണ്. ഏതൊരാണും അവളെ ഒരിക്കൽ നോക്കിയാൽ മതി, അവളിൽ നിന്ന് മുഖം തിരിക്കാനാവില്ല. അത്രയ്ക്കും ജ്വലിക്കുന്ന സൗന്ദര്യത്തിനുടമയാണവൾ. പക്ഷേ സൗന്ദര്യം മാത്രമല്ല, സ്വഭാവ ഗുണത്തിലും അവളൊരു ദേവീ തുല്യായിരുന്നു. നന്നായി പാടും, നൃത്തവും ചെയ്യും. എൻ്റെ പാർവതിയുടെ ആഗ്രഹമായിരുന്നു ഗൗരിയെ ശ്യാമിന് വേണ്ടി ആലോചിക്കണമെന്നത്. പാർവതിയുടെ മരണശേഷം വിജനമായിരുന്ന ഈ വീട് എൻ്റെ ഗൗരി വന്നതിന് ശേഷമാണ് ശരിക്കും ഇതിന് പണ്ടത്തെ ഐശ്വര്യവും പ്രൗഢിയും തിരികെ വന്നത്. ഗൗരിയുടെ വശ്യമായ മുഖവും അവളുടെ പുഞ്ചിരിയും പെരുമാറ്റവും എൻ്റെ ഭാര്യയെപ്പോലെ വീടിനെ സജീവമാക്കി. അവൾ വീട്ടിൽ സ്വർണ്ണപാദസരവും ഇട്ട് നടക്കുമ്പോഴെല്ലാം ഞാൻ മനസ്സിൽ വിചാരിച്ചത് ലക്ഷ്മി കടാക്ഷം വീട്ടിൽ കൈവരുന്ന പോലെയാണ്. ഗൗരിയെ പെണ്ണ് കാണാൻ പോകുമ്പോൾ അവളെ പൊതിഞ്ഞിരുന്ന റോസ് നിറമുള്ള സാരിയും കഴുത്തിലെ കാശിമാലയും ജിമിക്കിയും കാലിലെ പാദസരവും അവൾക്ക് 7 അഴക് പ്രദാനം ചെയ്തിരുന്നു. വിരിച്ചിട്ട ഇടതൂർന്ന മുടിയിലെ മുല്ലപ്പൂവും കൂടെ ആയപ്പോൾ ശരിക്കും ഒരു അപ്സരസിനെ പോലെ തോന്നിപ്പിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും അവളെ ഞാൻ മറ്റൊരു രീതിയിൽ കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദിവസങ്ങൾ കഴിയുന്നതിനൊപ്പം ഗൗരിയോടും ശ്യാമിനോടും ഒപ്പമുള്ള ജീവിതം സുഗമമായി പോയിക്കൊണ്ടിരുന്നു. മൂവരും ഇടയ്ക്ക് പുറത്തൊക്കെ പോവാറുണ്ട്. ഗൗരിക്കും ബോറടി മാറ്റാൻ അത് ഗുണം ചെയ്തിരുന്നു. എങ്കിലും അധികമൊന്നും ഗൗരി എന്നോട് സംസാരിച്ചിരുന്നില്ല.
ഞാനാകട്ടെ മിക്ക ദിവസവും യോഗയും നടത്തവുമൊക്കെയായി അത്യാവശ്യം എക്സസൈസും ഒക്കെ ചെയ്തുകൊണ്ട് ആരോഗ്യം കാത്തുപോന്നു. ഇപ്പോഴും കറണ്ട് ഇല്ലാത്തപ്പോൾ കിണറ്റിൽ നിന്നും അവൾക്ക് വെള്ളം കോരുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അതിനൊന്നും എനിക്കൊരു മടിയുമില്ല, ക്ഷീണവുമില്ല. എൻ്റെ ആരോഗ്യം കണ്ടിട്ട് പലപ്പോഴും ഗൗരി അത്ഭുതപ്പെടുന്നതും ഞാൻ കണ്ടു. ഗൗരിക്ക് സത്യത്തിൽ അവളുടെ അമ്മയും ഞാനും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന കാര്യം അറിയാമോ ഇല്ലയോ എന്ന് പോലും എനിക്ക് നിശ്ചയമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിരുന്നില്ലെങ്കിലും അവൾക്ക് എന്നോട് നല്ല ബഹുമാനവും സ്നേഹവുമാണെന്ന് മാത്രം ആ സൗമ്യമായ പെരുമാറ്റത്തിൽ നിന്നും ഞാൻ ഊഹിച്ചു. ഗൗരി വീട്ടിലേക്ക് വന്ന ശേഷം ഏതാണ്ട് 6 മാസമായി കാണും. പുതിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ശ്യാമിന് ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് ഗൗരിയെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് അവളെ പറഞ്ഞവൻ സമ്മതിപ്പിച്ചത് മാത്രമല്ല, ഞാനും ഇവിടെ തനിച്ചാണല്ലോ എന്നവൻ കരുതി കാണും. പക്ഷേ എനിക്കറിയാമായിരുന്നു അവന് കല്യാണം കഴിഞ്ഞ 3 മാസത്തിനകം ഗൗരിയെ മടുത്തു എന്ന കാര്യം. എന്താണെന്ന് വെച്ചാൽ ശ്യാമിന് മോഡേൺ പെൺകുട്ടികളോടാണ് കൂടുതലും ഭ്രമം. ഗൗരിയാണെങ്കിൽ ഒരു നാടൻ പെൺകുട്ടിയാണ്, അച്ചടക്കമുള്ള ഒരു പാവം പൂച്ചക്കുട്ടി. ഇപ്പോഴും കേരളത്തിൻ്റെ സംസ്കാരവും ചാരുതയും ചേർത്ത് പിടിക്കുന്ന ജീവിതമാണ് അവളുടേത്. സാമ്പത്തികമായി ക്ഷയിച്ച തറവാട്ടിലെ ഗൗരിയെ വിവാഹം കഴിച്ചതും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു. ശ്യാം പോയതിൽ പിന്നെ ഞാനും ഗൗരിയും മാത്രമായി ഇവിടെ ഈ വീട്ടിൽ അവശേഷിച്ചു. വീട്ടിൽ പലപ്പോഴും ഗൗരി തനിച്ചിരിക്കുന്നത് പതിവായി. ഒറ്റയ്ക്ക് പുസ്തകങ്ങൾ വായിക്കുക, മൂളിപ്പാട്ട് പാടുക, ഇതൊക്കെയാണ് കക്ഷിയുടെ പരിപാടി. ശ്യാമാവട്ടെ ഗൗരിയെക്കുറിച്ച് ആകുലതകളില്ലാതെ മാസത്തിലൊരിക്കൽ മാത്രം ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോയി. വരുമ്പോഴെല്ലാം ഞാൻ അവനെ ശ്രദ്ധിച്ചിരുന്നു. ഗൗരിയെ പിരിഞ്ഞിരിക്കുന്നതിൽ ഒരു വിഷമവും അവൻ്റെ മുഖത്ത് കാണാനായില്ല. അതുപോലെ തന്നെ ഗൗരി എല്ലാം സഹിച്ച് കഴിയുന്ന പോലെയും എനിക്ക് തോന്നി. ഗൗരി ആദ്യമൊക്കെ എന്നോട് പരമാവധി അകന്നു നിന്നിരുന്നു. മുമ്പ് പറഞ്ഞ പോലെ ബഹുമാനത്തോടെയും ലേശം ഭയത്തോടെയും ആണ് എന്നോട് സംസാരിച്ചിരുന്നത്. പക്ഷേ ശ്യാം പോയ ശേഷം സംസാരിക്കാൻ ഞാനല്ലാതെ മറ്റാരും ഇല്ലാത്തതിനാൽ അവൾ പതുക്കെ എന്നോട് സംസാരിച്ചു തുടങ്ങി. അവളുടെ ഈ നിറ യൗവനം ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നതിൽ എനിക്ക് അവളോട് സഹതാപം തോന്നി. ഗൗരി, നീ എപ്പോഴും ഇങ്ങനെ തനിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നിനക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് പുറത്തേക്കൊക്കെ പോയാൽ ഈ ബോറടി മാറിക്കിട്ടില്ലേ? ഒരു ദിവസം ഞാൻ അവളോട് തനിച്ചിരുന്നുള്ള മടുപ്പ് മാറ്റാനായി നിർദ്ദേശിച്ചു. ഇല്ലച്ചാ, പുറത്തേക്ക് ചുറ്റിക്കറങ്ങാൻ കഴിയുന്ന അത്തരം സുഹൃത്തുക്കളൊന്നും എനിക്കില്ല. പിന്നെ എനിക്കതിൻ്റെ മൂടൊക്കെ പോയി. അവൾ പറഞ്ഞു. മോൾക്കിപ്പോൾ ഒരു സുഹൃത്തല്ലേ വേണ്ടത്? ഞാൻ കൂടെ വന്നാൽ പോരെ? ഞാൻ അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ എൻ്റെ ക്ഷണം ഉടൻ സ്വീകരിച്ചു. ഞങ്ങൾ ശ്യാമുള്ളപ്പോഴും പുറത്തു പോയിരുന്നതാണല്ലോ. അന്ന് വൈകുന്നേരം ഗൗരിയും കൂട്ടി എൻ്റെ കാറിൽ അടുത്തുള്ള മോളിൽ പോയി അവിടെ എവിടെയും കറങ്ങി ഒരു സിനിമയും കണ്ടു. അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഒന്നും ആവശ്യമില്ലെന്ന് അവൾ പറഞ്ഞെങ്കിലും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അവൾക്കായി 2 നൈറ്റി മാത്രം വാങ്ങിച്ചു. ഞാൻ പക്ഷേ മോളിൽ തന്നെയുള്ള ഒരു ലേഡീസ് ഫാഷൻ സ്റ്റോറിലേക്ക് ഗൗരിയെ കൂട്ടിക്കൊണ്ടുപോയി. അവൾക്കൊരു ജീൻസും ടോപ്പും വാങ്ങാൻ വേണ്ടി നിർബന്ധിച്ചു. അവൾ അത് കേട്ടതും ഞെട്ടിപ്പോയി. അച്ഛാ, വേണ്ടെന്നേ, ഞാനതൊന്നും ഇട്ട് ശീലിച്ചിട്ടില്ല. അവൾ പിൻവാങ്ങി. ഗൗരി, നിനക്കിതൊന്നും ധരിക്കാൻ അത്ര ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും ഭംഗിയുള്ള ശരീരം ഉണ്ടായിട്ടും നീ ഇതൊക്കെ ഇടാത്തത് എന്താ? ട്രസ്റ്റ് മീ, നിനക്കിത് നന്നായിട്ട് ചേരും. അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ധരിക്കാം. ശ്യാം വീട്ടിൽ വരുമ്പോൾ നിനക്കവനെ അത്ഭുതപ്പെടുത്താം. ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവളുടെ അങ്കലാവണ്യം ഞാൻ പുകഴ്ത്തിയത് അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തി. അങ്ങനെ അവൾ മടിയോടെയാണെങ്കിലും ഒരു ജോഡി ജീൻസും സ്ലീവ്ലെസ് ടോപ്പും വാങ്ങി. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ പോയി അത്താഴം കഴിച്ച് തിരികെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഗൗരി എൻ്റെ കഴുത്തിൽ കൈകളിട്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, താങ്ക്സ് അച്ഛാ, ഞാനിങ്ങനെ പുറത്തു പോയി ആസ്വദിച്ചിട്ട് ഒരുപാട് നാളായി. നല്ല മൂഡ് ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അതും പറഞ്ഞ്
അവൾ എൻ്റെ കവളിൽ ഒരു മുത്തം നൽകിയ ശേഷം അവളുടെ മുറിയിലേക്ക് പോയി. അവളുടെ ഈ പ്രവൃത്തി കൊണ്ട് എൻ്റെ ദേഹം ആകെ വിറച്ചു. എനിക്ക് സത്യത്തിൽ കുളിര് കോരിപ്പോയി. തീർത്തും നിഷ്കളങ്കമാണോ ആ ചുംബനം, അതോ അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? എൻ്റെ മനസ്സ് ഉറങ്ങും വരെ അത് തന്നെ ആലോചിച്ചു. അന്ന് രാത്രി അത്താഴം കഴിക്കുമ്പോൾ അച്ഛാ, അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ പോയി കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ എന്ന് ഗൗരി പറഞ്ഞു. പാവം, ഞാനതിന് സമ്മതിച്ചു. ഞാൻ അവളെ ഗായത്രിയുടെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ അവളെ ഒരു നോക്ക് കാണുകയും ചെയ്തു. അവൾക്കെന്നെ നേടാനായില്ലെന്ന നഷ്ടബോധം ഇപ്പോഴും ആ മുഖത്തുണ്ട്. വിധിയെന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക? ഞാൻ തിരികെ വീട്ടിലേക്ക് വന്ന ശേഷം ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തോട്ടത്തിൽ അവൻ്റെ ഒപ്പം ചെന്ന് നിന്നു. ചെറിയ വെള്ളവടിയും മറ്റുമായി 2 ആഴ്ച കടന്നുപോയി. ശേഷം ഗൗരി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്നോടുള്ള പെരുമാറ്റത്തിൽ നല്ല മാറ്റം വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. പലപ്പോഴും എന്നെ നോക്കി അങ്ങ് നിൽക്കും. ഉള്ളിലെന്തോ ആരാധനയുള്ള പോലെ. എനിക്ക് പലപ്പോഴും അതിൻ്റെ അർത്ഥം ഊഹിക്കാനും കഴിഞ്ഞില്ല. ഈ സംഭവത്തിന് 2 ദിവസത്തിന് ശേഷം ഞാൻ അവൾക്കായി വാങ്ങിയ ജീൻസും ഷർട്ടും ഗൗരി ധരിച്ചു വന്നു. അവൾ എൻ്റെ മുറിയിൽ പതിയെ നടന്നു വന്ന് നിന്ന് ചോദിച്ചു, അച്ഛാ, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അവളുടെ ഭംഗിയും ആകാരവടിവും കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഏറെ നാളുകൾക്ക് ശേഷം എന്നിലൊരാണിൻ്റെ വികാര വിചാരങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ ബോധ്യമായ നിമിഷമായിരുന്നു അത്. ഞാൻ കൗതുകത്തോടെ പറഞ്ഞു, എൻ്റെ ദൈവമേ ഗൗരി, ഇത് നീ തന്നെയാണോ? പറയുന്നതിനിടയിൽ ഞാൻ കളിയായി അവളുടെ കവിളിൽ ഒരു നുള്ളു കൊടുത്തപ്പോൾ അവൾ തല താഴ്ത്തിക്കൊണ്ട് നാണിച്ചു. ചുമ്മാ കളിയാക്കല്ലേ അച്ഛാ. അതിനുശേഷം വീട്ടിലെങ്കിലും അത്തരം വസ്ത്രങ്ങൾ ധരിക്കാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പിന്നീട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ഗാർമെൻറ്റ് ഷോപ്പിലേക്ക് കൊണ്ടുപോയി അത്തരം വസ്ത്രങ്ങൾ കൂടുതൽ വാങ്ങിപ്പിച്ചു. കൂടുതലും അവളുടെ പൊക്കിളും കക്ഷവും കാണിക്കുന്ന വസ്ത്രമായിരുന്നു. അതെല്ലാം കാണുമ്പോഴേ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ കാമൻ സടകുടഞ്ഞെണീക്കുന്നുണ്ടായിരുന്നു. ഗൗരിക്ക് പക്ഷേ ഇതൊന്നും അറിഞ്ഞതേയില്ല. ഒരു ദിവസം ഞാൻ വരാന്തയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗരി എനിക്കൊരു ചായ കൊണ്ടുവന്ന് തന്നു. അച്ഛാ, ഇവിടെ ഇരിക്കുന്നതിന് പകരം ഡൈനിങ് ഹാളിൽ വാ, ഞാൻ അവിടെ തനിച്ചല്ലേ, എന്നോട് സംസാരിച്ച് ന്യൂസ് പേപ്പർ വായിക്കാമല്ലോ. അങ്ങനെ ഞാൻ അവളോടൊപ്പം ആ ദിവസം മുതൽ ഡൈനിങ് ഹാളിൽ ഇരിക്കാൻ തുടങ്ങി. ഗൗരി പാചകം ചെയ്യുന്ന തിരക്കിലും ഞാൻ അവളെ പലപ്പോഴും സഹായിക്കുന്നതും പതിവായി. രാഷ്ട്രീയം മുതൽ സിനിമ വരെ സ്പോർട്സും പൊതുസംസാരവുമായിരുന്നു ഞങ്ങളുടെ വിഷയം. ഈ അടുപ്പം കാരണം എന്നിൽ എന്തോ ഒരു മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ മണിക്കൂറുകളോളം ഡൈനിങ്ങിലിരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഗൗരിയുടെ സൗന്ദര്യവും ആകർഷണീയതയും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അറിയാതെ ഞാൻ അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. മാത്രമല്ല, പലപ്പോഴും സോഫയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ തോളും തമ്മിലും നല്ല പോലെ ഉരച്ചിരുന്നു. ഗൗരിയുടെ വിയർത്തൊഴുകുന്ന കക്ഷവും കഴുത്തും ഒക്കെ കാണുമ്പോൾ എന്നിൽ മാറ്റങ്ങൾ കൂടിയിരുന്നു. പലപ്പോഴും എൻ്റെ നിയന്ത്രണം വിട്ടുകൊണ്ട് അവളെ എൻ്റെ മകളായി കാണുന്നതിന് പകരം വേറെ രീതിയിലായാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷേ ഞാൻ അവളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുമ്പോൾ ഇമ വെട്ടാതെ ആ സ്ത്രീ സൗന്ദര്യത്തെ ഞാൻ ആരാധിക്കാൻ ഇഷ്ടപ്പെട്ടു. അവൾ നടക്കുമ്പോൾ അവളുടെ ആകർഷണീയമായ പിന്നഴക് തുള്ളുന്നത് ഞാൻ നോക്കുകയും അവൾ ഓരോ ജോലി ചെയ്യാൻ കുനിയുമ്പോൾ കാണുന്ന കാഴ്ചകളും എൻ്റെ സർവ്വ നിയന്ത്രണവും തെറ്റിച്ചു. അവളെ അത്യാഗ്രഹത്തോടെ ഞാൻ നോക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞോ എന്ന് പോലും ഞാൻ ഗൗനിച്ചില്ല. സാരിയിൽ പലപ്പോഴും അവളെനിക്ക് വയറും പൊക്കിളും കാട്ടി കൊതിപ്പിക്കുമ്പോൾ അവളുടെ വിരിഞ്ഞ അരക്കെട്ട് ഒപ്പം അവളുടെ വശീകരിക്കുന്ന ആ പുഞ്ചിരിയും കൂടെ ആകുമ്പോൾ ഞാൻ അവളെ നോക്കുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ ഒരൊഴുക്ക് തുടങ്ങിയിരുന്നു. അതിനുശേഷം ഗൗരി എന്നോട് പല വിഷയങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കുകയും ഞാൻ പറയുന്ന തമാശകൾക്കായി ചിരിക്കുകയും ചെയ്തു. അതുപോലെ അവളുടെ കോളേജ് കാലഘട്ടത്തെക്കുറിച്ച് എന്നോട് വിശദമായിട്ട് പറയുകയും എൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുകയും ചെയ്തു.
അവൾ കോളേജിൽ വെച്ച് ആരെയും പ്രണയിച്ചിട്ടില്ലെന്നും എന്നോട് തുറന്നു പറഞ്ഞു. എനിക്കത് കേട്ടതും അവളുടെ കരിമിഴി കണ്ണിലെ ആകാംക്ഷയും നാണവും വല്ലാതെ എന്നെ കൊതിപ്പിച്ചു. ശ്യാം കൂടെയില്ലാത്ത സമയത്തെങ്കിലും അവളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാനും അകമഴിഞ്ഞ് സന്തോഷിച്ചു. എന്നാൽ അതോടൊപ്പം ഗൗരിയോടുള്ള അടുപ്പം കാരണം എൻ്റെ കാമം കൂടിക്കൂടി വന്നു. ഞങ്ങളുടെ അടുപ്പ് ഉപയോഗിച്ച് ഞാൻ അവളെ അവിടെ എവിടെയും തൊടാൻ തുടങ്ങി. 1-2 പ്രാവശ്യം ഞാൻ അവളുടെ പുറകിൽ നിന്നുകൊണ്ട് അവളുടെ ദേഹത്ത് തൊട്ട് അവൾ എന്താണ് പാചകം ചെയ്യുന്നതെന്ന് കാണാൻ വെമ്പുമ്പോൾ അവളുടെ ദേഹത്തെ വിയർപ്പ് മണം കൊണ്ട് എൻ്റെ ബോധമണ്ഡലം അടിച്ചു പോകുമെന്ന് തോന്നിപ്പോയി. എൻ്റെ അരക്കെട്ട് ഞാൻ പതിയെ ഗൗരി അറിയാതെ അവളുടെ പിന്നിലേക്ക് ചേർത്ത് നിൽക്കും. അപ്പോഴൊക്കെ എൻ്റെ കൺട്രോൾ പോകുന്ന അവസ്ഥയായി. പക്ഷേ ഒരിക്കലും ഗൗരിയെ ബലമായി സ്പർശിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും ഒരു മുൻകരുതലെടുത്തിരുന്നു. ഗൗരിയെ ഒരു ദിവസം ഒരിക്കലെങ്കിലും തൊട്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അവളുടെ കൂടെ സോഫയിൽ തോളിൽ ചേർന്നിരിക്കുമ്പോൾ അറിയാതെ അവളുടെ വയറിൽ ഞാൻ ഒരിക്കൽ തൊട്ടപ്പോൾ അവൾ പതിയെ എണീറ്റുകൊണ്ട് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു പോയത് എന്നെ ആകെ വിഷമിപ്പിച്ചു. പക്ഷെ അവളുടെ ആ കാമത്തെ പൊഴിയും പോലെയുള്ള നോട്ടത്തിൽ ഞാൻ രാത്രികളിൽ എന്നെ സ്വയം സന്തോഷിപ്പിക്കാൻ തുടങ്ങി. അവളോടുള്ള എൻ്റെ ആഗ്രഹം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അതിനുള്ള മറ്റൊരു കാരണം എൻ്റെ ഭാര്യയുടെ മരണശേഷം ഞാനൊരു സ്ത്രീയെയും ആ അർത്ഥത്തിൽ നോക്കിയിട്ടില്ല. പക്ഷേ ഗായത്രിയെപ്പോലെ കത്തുന്ന സൗന്ദര്യത്തെ നേടാൻ കൊതിച്ച് എനിക്ക് ഒരു വരമായിരുന്നു ഗൗരി എന്ന മാദകത്തിടമ്പ്. ഓരോ ദിവസം കഴിയും തോറും ഗൗരിയുടെ കൂടെയുള്ള നിമിഷങ്ങളിൽ എൻ്റെ ഉള്ളിലെ കാമം ശരിക്കും ഉണരുന്നത് ഞാൻ മനസ്സിലാക്കി. എനിക്കൊട്ട് നിയന്ത്രിക്കാനേ കഴിയുന്നില്ല. അവൾ എൻ്റെ ഗൗരി ശ്യാമിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ പൂർണ്ണമായും മറന്നിരിക്കുന്നു. എനിക്ക് കൂടുതൽ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അവൾ എന്നോടൊപ്പം തനിച്ചാണെന്ന് എനിക്ക് തോന്നിയപ്പോഴെല്ലാം അതെൻ്റെ മനസ്സിൽ പലവിധ ചിന്തകൾക്കും തിരികൊളുത്താൻ തുടങ്ങിയിരുന്നു. ഗൗരിയെ കാറോടിക്കാൻ പഠിപ്പിക്കാനും ഞാൻ ശ്രമിച്ചു. അവളെ എൻ്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് അവളുടെ കഴുത്തിൽ മൃദു ചുംബനങ്ങൾ ഞാൻ കൊടുക്കുമ്പോൾ അവൾ രസിച്ചുകൊണ്ട് എന്നോട് അമർന്നിരുന്നു. പക്ഷേ വളരെ വേഗം തന്നെ ഗൗരി കാറോടിക്കാനും പഠിച്ചു. അതിനുശേഷം സോഫയിൽ എൻ്റെ മടിയിൽ പലപ്പോഴും അവൾ തലവെച്ചിരുന്നു കൊണ്ട് TV കാണും. ചിലപ്പോൾ അറിയാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവളെ ഞാൻ പൂച്ചക്കുട്ടിയെ പോലെ കോരിയെടുത്തുകൊണ്ട് ബെഡിൽ കിടത്തുകയും ചെയ്യും. 1 മാസം കൂടി കടന്നുപോയി. ഇടയ്ക്ക് 2 തവണ ശ്യാം വീട്ടിലേക്ക് വന്നിരുന്നു. എന്നിട്ടും അവർ തമ്മിൽ അപരിചിതരെ പോലെ എനിക്ക് തോന്നി. ഗൗരിയുടെ മുഖം അവൻ വരുമ്പോൾ സന്തോഷിക്കുമെങ്കിലും അവനിലൊരു മാറ്റവുമില്ല. അവൻ ഇഷ്ടമുള്ള മോഡേൺ ഡ്രസ്സ് ധരിച്ചു കണ്ടാലും അവൻ നോക്കാറോ അംഗീകരിക്കാറോ ഇല്ല. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അന്ന് ശ്യാം വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു. എന്നാൽ ഓഫീസിൽ സീനിയർ ഓഫീസർമാരുടെ മീറ്റിങ്ങും മറ്റും ഉള്ളതിനാൽ വരുന്നില്ലെന്ന് അവൻ ഫോൺ ചെയ്തു പറഞ്ഞു. ഗൗരിയെയും അവൻ വിളിക്കുന്നത് നന്നേ കുറഞ്ഞു. അവൾ ദുഃഖത്തിലാവുമ്പോഴെല്ലാം ഞാൻ എൻ്റെ മുത്തിനെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ അടുത്ത ദിവസം എനിക്കെന്തോ ഒരു ചെറിയ മടി തോന്നി. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഞാൻ മുറിയിൽ വന്ന് കിടന്നു. ഏകദേശം 10:30 മണിയോടെ ഗൗരി എനിക്ക് ചായ കൊണ്ടുവന്ന് തന്നു. എന്താ അച്ഛാ, സുഖമില്ലേ? അതോ സാധാരണ ഇങ്ങനെ പതിവുള്ളതല്ലല്ലോ. ഞാൻ അവളെ നോക്കി. അവളുടെ മുഴുപ്പ് വെളിവാക്കുന്ന ഒരു സാധാരണ കോട്ടൺ സാരി ആയിരുന്നു അവൾ ധരിച്ചിരുന്നത്. അതുകൂടാതെ അവളുടെ മുന്താണി വളരെ മുറുക്കെ പൊതിഞ്ഞിരുന്നു. അവളുടെ മുന്നഴക് സാരിയുടെ കുതിച്ചു നിൽപ്പായിരുന്നു. അവളുടെ വിരിഞ്ഞ അരക്കെട്ട് കണ്ടപ്പോൾ തന്നെ എന്നിൽ ഉണർവ് വന്നിരുന്നു. ഞാൻ അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങി. ഒന്നുമില്ല ഗൗരി, അല്പം മടി. തനിച്ചുള്ള ജീവിതമല്ലേ. പിന്നെ ഓരോ കൊല്ലം കഴിയുമ്പോൾ പ്രായം കൂടുകയാണല്ലോ. അവൾ പെട്ടെന്ന് പ്രതികരിച്ചു. എന്താ അച്ഛാ, അച്ഛന് വയസ്സായി എന്ന് ആരെങ്കിലും പറയുമോ? അച്ഛൻ ഇപ്പോഴും കാണാൻ ചെറുപ്പവും മിടുക്കനുമാണെന്ന് എനിക്കറിയാം. പിന്നെ തനിച്ചല്ലല്ലോ, ഞാനുണ്ടല്ലോ. ഗൗരിക്ക് അങ്ങനെയാണോ തോന്നുന്നേ? അവളുടെ വിളഞ്ഞു ഉരുണ്ട മേനിയിലും ആഴത്തിലുള്ള പൊക്കിളിലും നോക്കിക്കൊണ്ട് ചെറുകിതപ്പോടെ ഞാൻ ചോദിച്ചു. അതെ,
എന്നോട് തനിച്ചിരിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ അച്ഛൻ എന്തേ വിഷമിക്കുന്നേ? അതിന് ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അവൾ പറഞ്ഞു. ഞാൻ എവിടെയാണ് നോക്കുന്നതെന്ന് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഗൗരി വേഗം അവളുടെ സാരി ശരിയാക്കിയ ശേഷം ചോദിച്ചു, അച്ഛന് എന്തിനായിപ്പോൾ ഈ സംശയം? ഒന്നുമില്ല. ഗൗരിയെപ്പോലെ സുന്ദരിയായ സ്ത്രീകൾക്ക് വയസ്സായ എന്നെപ്പോലുള്ള ആളുകളുടെ കമ്പനി പോലും മടുപ്പല്ലേ? ഞാൻ അവളെ ആഴത്തിൽ നോക്കി പറഞ്ഞു. ഗൗരിയുടെ കവിളുകൾ നാണത്താൽ പിങ്ക് നിറമായി മാറിയത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അച്ഛനൊന്നും പറ്റിയിട്ടില്ല, ഒരു മടിയും വിചാരിക്കേണ്ട. ഇപ്പോഴത്തെ ആണുങ്ങൾക്കില്ലാത്ത ഉറച്ച ശരീരമാണ് അച്ഛന്. അമ്മയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ അച്ഛൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ 2 കുട്ടികൾ ഈ വീട്ടിലുണ്ടാകുമായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പ്രായത്തിൽ എനിക്കിനി ആരാണൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് തരിക? ഇനി പെൺകുട്ടിയുടെ പേരൻസ് സമ്മതിച്ചാലും ഏതെങ്കിലും ഒരു പെൺകുട്ടി സ്വയം അതിന് തയ്യാറാവുമോ? എന്തുകൊണ്ടായിക്കൂടാ? മുടി ഇപ്പോഴും നരച്ചിട്ടില്ല, ശരീരം നല്ലപോലെ ശ്രദ്ധിക്കുന്നുമുണ്ട്, പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സുമുണ്ട്. അച്ഛനെ വിവാഹം കഴിക്കാൻ ഇപ്പോഴും പെണ്ണുങ്ങൾ മുന്നോട്ട് വരും. അവൾ എൻ്റെ കണ്ണിലേക്ക് നോക്കാതെ വീണ്ടും പറഞ്ഞു. ഞാനത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നീയാണ് പെൺകുട്ടിയെങ്കിൽ നിനക്കെൻ്റെ ആലോചന വന്നാൽ നീ എന്നെ വിവാഹം കഴിക്കുവോ? ഞാൻ മടിച്ച് ചോദിച്ചു. മകളുടെ സ്ഥാനത്തുള്ള ഗൗരിയോട് ഇങ്ങനെ പറയണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ ശപിക്കപ്പെട്ട നിമിഷത്തിൽ അതെൻ്റെ വായിൽ നിന്നും വഴുതി വീണു. ഗൗരി അത് കേട്ടത് ഞെട്ടിപ്പോയി. അവൾ എന്തു പറയുമെന്നറിയാതെ വശം കെട്ടുപോയി. പക്ഷേ വേഗം മനസ്സ് വീണ്ടെടുത്ത് അവൾ എനിക്കൊരു മറുപടി തന്നു. തീർച്ചയായും, പക്ഷേ ഒരു കാര്യം. ശ്യാം. എന്നിട്ട് അവൾ എന്നെ നോക്കി പറഞ്ഞ ശേഷം ദയനീയമായി തല താഴ്ത്തി. എങ്കിലിപ്പോൾ അവനിവിടെ ഇല്ലല്ലോ. എങ്കിൽ നീ എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ കരുതിക്കോട്ടെ. ഞാൻ പെട്ടെന്നത് പറഞ്ഞെങ്കിലും മനസ്സിലൊരു പശ്ചാത്താപം ഉണ്ടായിരുന്നു. എന്തിനായിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ അവളുടെ മുന്നിൽ എൻ്റെ ആത്മാഭിമാനത്തിന് എന്ത് സംഭവിക്കും? കഴിഞ്ഞ 4-5 മാസമായി ഞങ്ങൾ വല്ലാതെ അടുത്തിരുന്നു. അത് കുഴപ്പമില്ല. ഞങ്ങൾ ഇടയ്ക്കിടെ പുറത്തേക്ക് ഒന്നിച്ച് കറങ്ങുകയും പരസ്പരം തമാശ പറയുകയും ചെയ്തു. അതൊരു കുഴപ്പമല്ല. എന്നാലും ഇത്തരത്തിൽ അവളോട് വേണ്ടായിരുന്നു. മാത്രമല്ല, അവൾ ഒരിക്കലും എന്നിൽ നിന്ന് ഇത്തരം ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുറപ്പാണ്. ഗൗരി കുറച്ചു നേരം മിണ്ടാതെ നിന്നു. അവൾ എന്നെ നോക്കി ശാന്തമായി ഒഴിഞ്ഞ കപ്പും കയ്യിൽ കരുതി മുറിക്ക് പുറത്തേക്ക് പോയി. ആ വാക്കുകൾ വഴുതിപ്പോയെങ്കിലും ഞാൻ ആകെ പേടിച്ചു പോയി. ദൈവമേ, എന്താ ഞാൻ പറഞ്ഞത്? എൻ്റെ പ്രായമെങ്കിലും ഞാൻ നോക്കണ്ടേ? അവളിത് പറയാൻ ശ്യാമിന് ഫോൺ ചെയ്യുമോ? അവനിതറിഞ്ഞാൽ അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ എന്തൊരു വിഡ്ഢിയാ! മനസ്സിലാകെ ഭീതി ബാധിച്ചിരുന്നു. അത് മാറ്റാൻ എന്നോണം അക്ഷമനായി മുറിയിൽ പിറുപിറുത്തുകൊണ്ട് ഞാൻ നടന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അകത്തെ മുറിയിൽ നിന്നും ഗൗരിയുടെ ശബ്ദം കേട്ടു. അച്ഛാ, ഞാൻ കുളിക്കാൻ പോകുന്നു. മെയിൻ ഡോറിൽ ഒരു കണ്ണ് വേണം കേട്ടോ. ഞാൻ സത്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്ടുപോയി. കാരണം ഇതുവരെ ഈ വീട്ടിൽ കുളിക്കാൻ പോവുകയാണെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഇന്ന് മാത്രം? എനിക്കൊട്ടും ദഹിക്കാനായില്ല. ശരി, എന്താണെങ്കിലും വിധിച്ച പോലെ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇതും ആലോചിച്ചുകൊണ്ട് ഞാൻ മെല്ലെ ബാത്റൂമിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു, ഗൗരി, നിൻ്റെ പുറം ഞാൻ തേച്ച് തരട്ടെ? അത് പറയുമ്പോഴും എൻ്റെ ശബ്ദം അല്പം വിറയ്ക്കുന്നുണ്ടായിരുന്നു. വേണ്ടച്ചാ, അവൾ അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു. ഗൗരി അവൾ ഉടുത്തിരുന്ന സാരിയും പെറ്റിക്കോട്ടും ഊരി വാതിലിട്ട ശേഷം അവളുടെ ബ്ലൗസ് ഊരിയിടുന്നത് നോക്കിക്കൊണ്ട് ഞാൻ കുളിമുറിയുടെ മുന്നിൽ തന്നെ നിന്നു. അവൾ ഊരി മാറ്റിയ ചുവന്ന ബ്ലൗസ് ഞാൻ കൈകൊണ്ടെടുത്ത് പിടിച്ചു. അവളുടെ ശരീരത്തിൻ്റെ ചൂട് ഞാൻ അനുഭവിച്ചറിഞ്ഞു. അവളുടെ ശരീരം പൊതിയുന്ന ആ വസ്ത്രം ഞാൻ എൻ്റെ കൈപ്പത്തി കൊണ്ട് തഴുകി. എൻ്റെ കൈപ്പത്തികൾ തഴുകുന്നത് അവളെ ആണെന്ന് ഞാൻ സങ്കല്പിക്കാൻ ആരംഭിച്ചു. ആ വസ്ത്രം ഞാൻ മൂക്കിനടുത്ത് കൊണ്ടുവന്നു. എന്തൊരു ഗംഭീരമായ ശരീരഗന്ധം! അവളുടെ സാരിയും ബ്ലൗസും കെട്ടിപ്പുണരുമ്പോൾ
ഓരോ നിമിഷം കഴിയും തോറും ഞാൻ ചിത്തഭ്രമത്തിലായി പോകുന്ന പോലെ തോന്നി. പെട്ടെന്ന് ആ കുളിമുറിയുടെ വാതിൽ പകുതി തുറന്നപ്പോൾ ഞാൻ ഒരു നോക്ക് കണ്ടു ഗൗരിയെ. നാണത്തോടെ അവൾ തല പുറത്തേക്ക് നീട്ടി പറഞ്ഞു, എൻ്റെ സാരിയും ബ്ലൗസും കൊണ്ട് എന്തേ ചെയ്യുക? ഹേയ്, ഒന്നുമില്ല. എനിക്കും ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അവൾ എന്നോടിങ്ങനെ ചോദിക്കുന്നത്. അവളുടെ കണ്ണിലെ കാമം ഞാൻ കാണുന്നുണ്ടായിരുന്നു. വാ. അവൾ എന്നെ കൈ നീട്ടിക്കൊണ്ട് വിളിച്ചതും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ മടിച്ചു നിന്നതും അവൾ ചിരിച്ചുകൊണ്ട് വാതിൽ പൂർണ്ണമായും തുറന്നു. പക്ഷേ ഞാൻ ആവേശത്തോടെ അവളുടെ കുളിമുറിയിൽ കയറി. അകത്ത് എൻ്റെ ഗൗരി ഒരു ബാത്ത് ടവൽ മാത്രം ചുറ്റി നിൽക്കുകയാണ്. അവളുടെ സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള ശരീരം കുളിമുറിയിലെ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിൽ ഷവറിൽ നിന്ന് വീണ വെള്ളത്തുള്ളികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ടവലിൻ്റെ നീളം കഷ്ടിച്ച് കാൽമുട്ട് വരെയുള്ളൂ. വെണ്ണ കടഞ്ഞെടുത്ത പോലുള്ള കാലുകളിൽ ഈറൻ പുതച്ച് നിന്നത് ഒന്നുകൂടെ മനോഹാരിത ഉണർത്തി. അവളുടെ എല്ലാ അഴകളവുകളും ഞാൻ വിലയിരുത്തി. പെർഫെക്റ്റ് ബോഡി ഷേപ്പുള്ള പെണ്ണ്. പ്രത്യേകിച്ച് അവളുടെ മെലിഞ്ഞരക്കെട്ട്. നനഞ്ഞു നിൽക്കുന്ന ആ കാമമോഹിനിയെ കോരിയെടുക്കാൻ തോന്നിപ്പോയി. ഗൗരിയെ നോക്കി ഭ്രമിച്ചു നിൽക്കുമ്പോൾ അവളും ഞാനും കൂടെ കാമത്തീയിൽ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ പിടയുന്നത് എനിക്ക് അവളുടെ കണ്ണിൽ കാണാൻ കഴിഞ്ഞു. ഗൗരി ചുണ്ടുകൾ മലർത്തി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ വശ്യമായ ചിരി മാത്രം മതി ഏതൊരാണിനും സ്വബോധം പോലും നഷ്ടപ്പെടാൻ. പുറം തേച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുവാണോ? അത് പറയുമ്പോൾ അവളുടെ കവിളുകൾ നാണം കൊണ്ട് പിങ്ക് നിറമായി മാറിയിരുന്നു. ഞാൻ ധൈര്യം കൈവിടാതെ പിയേഴ്സ് സോപ്പ് കയ്യിലെടുത്ത് പറഞ്ഞു, ഞാൻ സോപ്പ് തേച്ച് തരട്ടെ, നീ തിരിഞ്ഞു നിന്നേ. ഗൗരി മൂളിക്കൊണ്ട് എൻ്റെ നേരെ തിരിഞ്ഞു. അവളുടെ പുറം ഭംഗി കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കണ്ണ് തള്ളിപ്പോയി. അവളുടെ മുതുകിൽ ഒരു റോസാപ്പൂ പച്ചകുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് നമ്മുടെ മെയ് ജൂൺ പ്രീമിയം ടെലിഗ്രാം ചാനലിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്ന ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി. എന്നിട്ട് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയേ. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ പോയി ആ ഒരു പോർഷൻ കേട്ടിട്ട് വേണം ഇനി ഞാൻ ബാക്കി പറയാൻ പോകുന്ന ഭാഗം കേൾക്കാനേ. ഇല്ലെങ്കിലും കേട്ടില്ലെങ്കിലും കണ്ടിന്യൂറ്റി പോകില്ല. പക്ഷേ യൂട്യൂബിൽ പറയാൻ പറ്റാത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ തന്നെ കേൾക്കണം. അങ്ങനെ വിശദമായൊരു കുളി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പരസ്പരം അടുത്തു. സോപ്പ് തേച്ചു കൊടുത്ത് അവളെ അങ്ങ് പൂർണ്ണമായും ഞാൻ സ്വന്തമാക്കി എന്ന് പറയാം. ശ്യാമിൽ നിന്നുള്ള അവഗണന നൽകിയ അവളുടെ ദുഃഖം ഞാൻ ഇല്ലാതാക്കി. അവിടെ വെച്ച് വേറെ ചില കാര്യങ്ങൾ കൂടെ നടന്നിരുന്നു. ഉച്ചയ്ക്ക് ഊണിന് ശേഷം ഞങ്ങൾ ഒരു വട്ടം കൂടെ കുത്തിമറിഞ്ഞ് ശേഷം വൈകിട്ട് അമ്പലത്തിലൊന്ന് പോകണം എന്നവൾ എന്നോട് പറഞ്ഞു. ആ കിടപ്പിൽ ഞാനും അവളും മയക്കത്തിലേക്ക് വീണു. കണ്ണ് തുറന്നപ്പോൾ കുളിച്ചീറനായി ഒരു ബാത്ത് ടവൽ കെട്ടി ബാത്റൂമിൽ നിന്ന് ഗൗരി നടന്നു വരുന്നത് പോലെ ഞാൻ കണ്ടു. വീണ്ടും ആ ലുക്ക് എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഗൗരിയുടെ വരവ്. അവൾ വന്നപ്പോൾ തന്നെ വെളിച്ചെണ്ണയുടെയും മെഡിമിക്സ് സോപ്പിൻ്റെയും മണം എന്നെ ഭ്രാന്തനാക്കി. അതിലുപരി അവളുടെ വേഷം. ഞാൻ നോക്കി നിൽക്കുമ്പോൾ അവൾ വസ്ത്രം മാറാനായി തുടങ്ങി. കറുത്ത ബ്ലൗസും പൊക്കിളിന് താഴ്ത്തി ഉടുത്ത കറുത്ത കരയുള്ള വെള്ള കോട്ടൺ സാരി, നെറ്റിയിൽ കറുത്ത പൊട്ടും കയ്യിൽ കരിവളകളും. എൻ്റെ റാണി. അമ്പലത്തിൽ പോണ്ടേ? വേഗം ചെന്ന് കുളിച്ചേ ശ്രീയേട്ടാ. അവൾ നാണത്തോടെ മുടിയിൽ കെട്ടിവെച്ച തോർത്തഴിച്ചു. അവളുടെ വാസന ഒന്നുകൂടെ മൂക്കിലേക്ക് വലിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. പ്രായം കുറയുന്ന സുഖത്തിൽ ഞാൻ കുളിയും കഴിഞ്ഞു. കസവും മുണ്ടും ഷർട്ടും ഇട്ട് വരമ്പത്തൂടെ ഗൗരിയുടെ കൈയും പിടിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിലേക്ക് നടന്നു. വഴിപാടും കഴിച്ചുകൊണ്ട് ഞങ്ങൾ പ്രസാദവും വാങ്ങി തിരികെ വീടെത്തി. അന്ന് രാത്രി കരണ്ടില്ലായിരുന്നു. ഞാനും ഗൗരിയും മെഴുതിരി വെളിച്ചത്തിൽ ആർത്തിയോടെ മൃഗതുല്യമായി സ്നേഹിച്ചു.
2 വട്ടം ഞങ്ങൾ ഉല്ലസിച്ചു. എനിക്ക് തെല്ലും ക്ഷീണമൊന്നും തോന്നിയില്ല. ശേഷം ഗൗരി എൻ്റെ നെഞ്ചിൽ കിടക്കുമ്പോൾ ഞാൻ ഗൗരിയുടെ ഇടതൂർന്ന മുടിയിൽ വിരലോടിച്ചുകൊണ്ടിരുന്നു. ശ്രീയേട്ടാ, എന്താ മോളെ, നീ ഉറങ്ങിയില്ലേ? എൻ്റെ അച്ഛൻ ആരാണെന്നറിയാവോ? ഗൗരിയുടെ മുഖം വിയർത്ത് കുളിച്ചിരുന്നു. ആ മുഖം വാടി തളർന്നെങ്കിലും ആ തേജസ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്താ മോളെ നീ ഇങ്ങനെ? പറ. വിനയചന്ദ്രനല്ലേ? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതെ. ഗൗരി കണ്ണുകൾ ഇറുകെ അടച്ചു. എങ്കിലും കണ്ണിലൂടെ വെള്ളം കവിളത്തൊഴുകുമ്പോൾ അച്ഛാ എന്നൊരു വിളി എൻ്റെ കാതുകളിൽ മുഴുകി. അന്ന് വിളിച്ചുകൊണ്ട് പോകുമോ എന്ന് ചോദിച്ച് അമ്മ അച്ഛനൊരു കത്തെഴുതിയിരുന്നു. പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. രാത്രികളിലിടയ്ക്ക് അമ്മ തനിച്ചിരുന്നു കൊണ്ട് അത് വായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ പോയപ്പോൾ അമ്മ അറിയാതെ ഞാനത് വായിച്ചു. അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വേഗം വന്ന് തിരികെ വന്നത് അതിനായിരുന്നു. പക്ഷേ പിന്നെ അമ്മയുടെ കാമുകനായിരുന്ന അച്ഛനോട് എനിക്ക് അടങ്ങാത്ത ആവേശം ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മോളെ, പൂർണ്ണ വാത്സല്യത്തോടെ ഗൗരിയെ ഞാൻ എൻ്റെ മകളായി കണ്ടുകൊണ്ട് ഉള്ളിൽ തട്ടി വിളിച്ചു. ഞാനിത് പറയാൻ തുടങ്ങുമ്പോഴാണ് അച്ഛൻ എന്നോട് നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചത്. ഞാൻ എന്തു പറയും? അമ്മയ്ക്ക് നേടാനാവാത്ത ഈ സ്നേഹവും സംരക്ഷണവും ആജീവനാന്തം എനിക്ക് കിട്ടുമെന്നറിഞ്ഞപ്പോൾ ഞാൻ മതി മറന്നു. മോളെ ഗൗരി, നീ എൻ്റെ പ്രാണനാണ്. നിന്നെ സംരക്ഷിക്കേണ്ട കടമ എനിക്ക് മാത്രമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരു മുറിയിൽ തനിച്ച് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് നിന്നെ മടിയിലിരുത്തി കൊഞ്ചിക്കാനും സ്നേഹിക്കാനും തോന്നാറുണ്ട്. പക്ഷെ അതിലുമുപരി നിൻ്റെ സൗന്ദര്യത്തിൽ ഞാൻ വീണു പോവുമായിരുന്നു. അച്ഛാ. ഗൗരിയുടെ ദേഹത്തൊന്നുകൂടെ അമർന്നുകൊണ്ട് ഞാൻ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി വീണ്ടും കിടക്കയിലേക്ക് മറഞ്ഞു. നാളുകൾ കഴിയും തോറും ഞാനും ഗൗരിയും തമ്മിൽ അടുപ്പം കൂടിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ ഞാൻ മാത്രമേയുള്ളൂ. ശ്യാം അപ്രതീക്ഷിതമായി ഒരാഴ്ച വന്നപ്പോൾ ഗൗരിയുടെ മുഖം ചെറുതായിട്ടൊന്ന് വാടി. ഗൗരിയുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകുമോ എന്ന ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഗൗരിയും ശ്യാമും കൂടെ പുറത്തേക്ക് കറങ്ങാൻ ഇത്തവണ പോയപ്പോൾ എനിക്കെന്തോ ഞാൻ ഗൗരിയെ അവിഹിതത്തിലേക്ക് വലിച്ചിട്ടോ എന്ന് മനസ്സിൽ തോന്നി. പക്ഷെ അതിൻ്റെ അടുത്ത ദിവസം എന്നോട് തനിച്ച് സംസാരിക്കണമെന്ന് ശ്യാം പറഞ്ഞ പ്രകാരം അവൻ്റെ ഒപ്പം കാറിൽ ഞാൻ പുറത്തേക്ക് ചെന്നു. റെയിൽവേ പാലത്തിന് കീഴെ അവൻ്റെ ഒപ്പം കുറേ നേരം ഭാരതപ്പുഴയിലേക്ക് ഞാൻ നോക്കി നിന്നു. ശ്രീയേട്ടാ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഗൗരിയെ ചതിക്കുന്നതിന് തുല്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് മറ്റൊരു കുട്ടിയെ ഇഷ്ടമാണ്. ഇൻഫാക്റ്റ് അവളോടൊപ്പം കഴിയാനാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് ജോബ് ചേഞ്ച് ചെയ്തത്. അവളുടെ പേര് നേഹ. എൻ്റെ ഓഫീസിൽ തന്നെ കുട്ടിയാണ്. ഞങ്ങൾ തമ്മിൽ കോളേജ് മുതൽ അറിയാമെങ്കിലും അടുത്തത് ഗൗരിയുമായുള്ള കല്യാണത്തിന് ശേഷമാണ്. നേഹ ഒരു ഡിവോഴ്സിയാണ്. തെറ്റാണെന്നറിഞ്ഞിട്ടും ഞങ്ങൾ തമ്മിൽ അതുണ്ടായി. ഇപ്പോൾ നേഹ ഗർഭിണിയാണ്. എനിക്ക് ആരെങ്കിലും ഒരാളെ ചതിക്കേണ്ടി വരും. നേഹയെ ഈ അവസ്ഥയിൽ എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ വയ്യ. അവളെ ഞാൻ സ്വീകരിക്കാം. പക്ഷേ ഗൗരി... ശ്യാം, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കറിയാം ചതിയാണ്. പക്ഷെ പറ്റിപ്പോയി. ഗൗരിയോട് ഇതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഓരോ തവണയും ശ്രമിച്ചത്. കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ എനിക്ക് ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്ന പോലെയുണ്ട്. എനിക്ക് നിങ്ങൾ രണ്ടാളും മാപ്പ് തരണം. ശ്യാം എൻ്റെ കാലിൽ വീണ് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊന്നും ഒളിച്ചു വെക്കാനായില്ല. ഞാനും അന്തിവെയിലിൽ സൂര്യനെ സാക്ഷി നിർത്തി എല്ലാം അവനോട് ഏറ്റു പറഞ്ഞു. എൻ്റെ മകളാണെന്നുള്ള സത്യമൊഴിച്ചെല്ലാം. ഒപ്പം എല്ലാം എൻ്റെ തെറ്റാണെന്നും ഗൗരി ഒരിക്കലും പഴി പറയരുതെന്നും. ശ്യാമിന് പക്ഷേ അതൊരു ഷോക്കല്ലായിരുന്നു.
ഗൗരിയുടെ ജീവിതം ഒരു തീരാ ദുഃഖത്തിലേക്ക് വീണു പോകാതെ പിടിച്ചു വെച്ചതിൽ ഉള്ള നന്ദിയും ചാരിതാർത്ഥ്യവും ഞാൻ ആ മുഖത്ത് കണ്ടു. അവൻ എന്നെ ഇറുകിപ്പുണർന്നു. ശ്യാം പിറ്റേന്ന് കാലത്ത് തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി. അവൻ തന്നെ എല്ലാം ഗൗരിയോട് പറഞ്ഞു. ഇനി നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നേഹയോടൊപ്പം ആയിരിക്കുമെന്നും അവനെ ശപിക്കരുതെന്നും അവൻ പറഞ്ഞത് ഞാൻ കേട്ടു. പകൽ മുഴുവനും ഗൗരി ഒരു മുറിയിൽ തനിച്ചായിരുന്നു. എന്നോടൊപ്പം സംസാരിക്കാൻ പോലും ചെയ്തില്ല. പക്ഷെ അവൾ എൻ്റെ മുന്നിൽ വെച്ച് കരഞ്ഞില്ല. പക്ഷെ ഇരുട്ടുമുറിയിൽ ആ രാത്രി അവൾ ഉറങ്ങാതെ ഒരുപാട് നേരം കരഞ്ഞു. എന്നോടുള്ളത് കാമത്തിൽ പൊതിഞ്ഞ പ്രണയമാണെങ്കിലും അവളുടെ കഴുത്തിലെ താലി അത് ശ്യാം കിട്ടിയതല്ലേ. പെട്ടെന്ന് അവളെ പൂർണ്ണമായും ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുന്നു എന്ന് കേൾക്കുമ്പോൾ താങ്ങാനാവില്ലല്ലോ. പിറ്റേന്ന് എന്നോട് പറഞ്ഞു. ശേഷം ഗൗരിയും കുറച്ച് ദിവസം സംസാരിച്ചില്ല. പതിയെ പതിയെ ഞങ്ങൾ സംസാരിക്കാൻ ആരംഭിച്ചെങ്കിലും പഴയ പോലെ ആയിരുന്നില്ല. എല്ലാം അവളുടെ വിധിയെന്ന് സ്വയം പഴിച്ചുകൊണ്ട് വീണ്ടും ഒറ്റപ്പെടൽ അവൾ അനുഭവിക്കാനായി തുടങ്ങി. 1-2 ആഴ്ച കഴിഞ്ഞതും ഗൗരി പ്രഗ്നൻ്റ് ആണെന്ന് അവൾ നാണത്തോടെ പറയാൻ ഉറക്കത്തിൽ നിന്നും എന്നെ ഉണർത്തി. അവളുടെ മുഖത്തെ സന്തോഷം കണ്ട ഞാൻ ഗൗരിയെ കയ്യിൽ കോരിയെടുത്ത് കറക്കി. ഞങ്ങൾക്ക് 2 ആൾക്കും വിരസത ഒരു ശാപമായിരുന്നു. ഒരു പക്ഷേ കാമം ഞങ്ങൾക്കിടയിൽ കടന്നു വന്നത് ഞങ്ങളുടെ ഒറ്റപ്പെടലിൽ എല്ലാം മറക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ മനസ്സെന്ന് പറയുന്ന സാധനം ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചു. എനിക്കും ഗൗരിക്കും ഞങ്ങളുടെ ജീവിതത്തിന് കിട്ടിയ ഒരർത്ഥം പോലെ ഒരു കുഞ്ഞു ജീവൻ പിറന്നതും എല്ലാം പഴയ പോലെയായി. അവളെ എൻ്റെ ജീവന് തുല്യം സ്നേഹിച്ചുകൊണ്ട് എൻ്റെ മാറിൽ ഇപ്പോൾ കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത് എൻ്റെ മകളിൽ പിറന്ന എൻ്റെ പൊന്നു മോനും. കാലചക്രം അങ്ങനെയൊക്കെയാണ്. അന്ന് അമ്മയോ കിട്ടിയില്ല, ഇന്ന് മോളെ കിട്ടി. ഞാൻ ഡബിൾ ഹാപ്പി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്തെങ്കിലും പുതിയ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന. ഗുഡ് നൈറ്റ്.